ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. ഇന്നൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. എന്തായാലും കാലവർഷമൊക്കെ ഇങ്ങെത്തി. രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ. പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല, അതുപോലെ മഴയാണ് കേട്ടോ പെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് വന്നപ്പം അവസ്ഥ ഇതാണ്. മഞ്ഞും മഴയും ഒക്കെ ആയിട്ട് നല്ല തണുപ്പുള്ള ഒരു അന്തരീക്ഷമായിരുന്നു കേട്ടോ. അപ്പം മഴ ആയതുകൊണ്ട് നമുക്ക് പിന്നെ അന്ന് പണിക്കൊന്നും പോക്ക് നടക്കില്ല. പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല, വീട്ടിലെ പണികളൊക്കെ. മുറ്റത്ത് ഇതുപോലെ വെള്ളം വീഴുമ്പോഴേ പണ്ട് ചെറുപ്പത്തിൽ അമ്മ ഇങ്ങനെ മഴയത്തൊക്കെ ചോറ് തരുമ്പം ഈ കുമിള കാണിച്ച് തന്നിട്ട് ഞങ്ങളെ ചോറൊക്കെ തന്നത് ഓർമ്മ വരും കേട്ടോ. അങ്ങനെ രാവിലെ വീട്ടിലെ പണികളൊക്കെ അങ്ങോട്ട് തുടങ്ങി. ചോറിനുള്ള അരി അടുപ്പത്തിട്ട് അത് തിളച്ചായിരുന്നു കേട്ടോ. നമുക്ക് പിന്നെ കറി, നമുക്ക് ഇന്നലത്തെ കറി ഇരിപ്പുണ്ട്, അത് വെച്ചും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാം, ചോറും കറി. പിന്നെ കാപ്പിക്ക് എന്താ, നമ്മൾ ഇന്നലെ കപ്പ മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് പുഴുങ്ങിയായിരുന്നു കേട്ടോ. ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഈ ചിരട്ടയൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചേക്കുന്നത് എന്തിനാണെന്ന് അറിയോ? അടുപ്പിലിടാനാണ് കേട്ടോ. നമ്മൾ മഴക്കാലത്തിന് മുന്നേ തന്നെ വിറകൊക്കെ ശേഖരിച്ച് വെച്ചായിരുന്നേ. നല്ല മഴയാണ് കേട്ടോ. എനിക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങണമായിട്ട് ഭയങ്കര മടിയാണ്. എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര മടിയാണ്. ഇപ്പം നമ്മുടെ അങ്ങനെ അടുക്കള ഉദ്യോഗങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. വൈകുന്നേരം മഴയൊക്കെ തോർന്നു. കുറേ നാളായിരുന്നു അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും മഴ തോർന്നു നിൽക്കുന്ന നേരത്ത് അമ്പലത്തിൽ പോകാമെന്ന് കരുതി ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ ഇറങ്ങി കേട്ടോ. മഴ പെയ്ത് തോർന്ന് നിൽക്കുകയാണ്. ഇപ്പം പെയ്യാതിരിക്കട്ടെ, കാരണം ഒരുപാട് നാളായിരുന്നു അമ്പലത്തിൽ പോയിട്ട് കേട്ടോ. നമ്മുടെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഈ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വഴിയൊക്കെ നല്ല പുതിയതായിട്ട് പണിത് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. വഴിയൊക്കെ നല്ല സെറ്റപ്പായി. നേരത്തെയൊക്കെ കുണ്ടും കുഴിയൊക്കെയായിരുന്നു. ഇപ്പം വഴിയൊക്കെ നല്ല അടിപൊളിയായിട്ടോ. നമ്മൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ ഇതാണ്. നമ്മൾ എങ്ങോട്ടാണ്, ഏതമ്പലത്തിലാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലോ. നമ്മൾ ഉത്രാളിക്കാവിലൊക്കെയാണ് കേട്ടോ പോകുന്നത്. നമ്മൾ എപ്പോഴും പോകുന്നത് ഉത്രാളിക്കാവിലാണ്. അപ്പം നമ്മൾ അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. പോയി തിരിച്ച് വരുന്നാളും വരെ മഴ പെയ്യാതിരിക്കട്ടെ കേട്ടോ. ഞാൻ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇതിന് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പം അടുത്ത വീട്ടിലുള്ള പട്ടിയുടെയും പൂച്ചയുടെ ഒക്കെ ഒച്ചകളൊക്കെ സൗണ്ടൊക്കെ വീഡിയോയിൽ കയറി വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കണം, കാരണം പട്ടിയുടെ വായൊന്നും നമുക്ക് അടച്ചു വയ്ക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മൾ എങ്കക്കാട് റെയിൽവേ ഗേറ്റിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും പതിവ് പോലെ തന്നെ ഗേറ്റ് അടച്ചേക്കുമായിരുന്നു. ട്രെയിൻ കടന്നു പോയായിരുന്നു. അതുകൊണ്ട് നമ്മൾ ചെന്നപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഗേറ്റ് തുറന്നു കേട്ടോ. സാധാരണ നമ്മളിവിടെ കാത്തു കെട്ടിക്കിടന്ന ട്രെയിനൊക്കെ പോയ ശേഷമാണ് പോവാറ്. ഇന്നിപ്പോൾ ട്രെയിൻ പോയി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ചെല്ലുന്നത് കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഗേറ്റ് തുറന്നു. അപ്പോൾ നമ്മൾ ഗേറ്റൊക്കെ ക്രോസ് ചെയ്ത് ഇനി നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പ്രകൃതി രമണീയമായ ഉത്രാളിക്കാവിലെത്തി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാളായിട്ട് വരണം എന്ന് വിചാരിക്കുന്നു. പക്ഷേ മഴയായി, പല കാരണങ്ങളായി വരാൻ പറ്റാതിരിക്കുകയായിരുന്നു. ഇന്ന് എന്തായാലും നമുക്ക് സമയം കിട്ടി, നേരെ പോകുന്നു കേട്ടോ. കാരണം നമ്മൾ സാധാരണ നമ്മുടെ സീസണിൽ പണിയൊക്കെ തുടങ്ങുന്നതിന് മുന്നേ നമ്മളൊന്ന് അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകാറുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അമ്പലത്തിൽ വന്നേക്കണം കേട്ടോ. അപ്പം നട തുറന്നില്ല, കുറച്ച് നേരം അപ്പോൾ അവിടെ ഇരുന്നിട്ട് നട തുറന്നിട്ട് അങ്ങോട്ട് പോകാമെന്ന് കരുതി അവിടെ ഇരുന്നിട്ടോ. അപ്പം നോക്കിയപ്പോൾ മഴവില്ല് പോലൊരു ട്രെയിൻ പോകുന്നു. നമ്മുടെ മെമു സർവീസാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അതിൻ്റെ ബോഗികളൊക്കെ നല്ല മഴവില്ല് പോലെ കളർഫുള്ളായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നമ്മുടെ ഉത്രാളിയിൽ വന്നു കഴിഞ്ഞാൽ കാണുന്ന മനോഹരമായൊരു കാഴ്ചയാണ്. പച്ച പൊതിച്ച പാടങ്ങളും ആൽമരവും എന്തിന് അതിൻ്റെ ഇങ്ങനെ എടുത്തു നിൽക്കുന്ന നമ്മുടെ ക്ഷേത്രവും അതിൻ്റെ പിന്നിലൂടെ പോകുന്ന തീവണ്ടിയും ഒക്കെ നല്ല കാഴ്ചകളാണ് കേട്ടോ. അങ്ങ് ദൂരെ അകമലക്കുന്നുകളും കുന്നിൻ്റെ മേലെ പതിയെ മഞ്ഞിറങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളവിടെ ഇരുന്ന നേരം കൊണ്ട് തന്നെ കുറേ ട്രെയിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിക്കൊണ്ടിരുന്നു. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഫോട്ടോ പോലും എടുക്കാതെ ആരും പോവില്ല. അത്രയ്ക്ക് മനോഹരമായൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മളവിടെ ഇരുന്നിങ്ങനെ കുറേ നേരം കാഴ്ചകളൊക്കെ കണ്ടു കേട്ടോ. നിങ്ങളാരെങ്കിലുമൊക്കെ ഈ അമ്പലത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇപ്രാവശ്യം നമ്മളിവിടെ പൂരത്തിന് വന്നില്ല കേട്ടോ, വരാൻ പറ്റിയില്ല. നമ്മൾ എല്ലാ തവണയും ഇവിടെ പൂരത്തിന് തന്നെയാണ് വെടിക്കെട്ട് കാണാൻ വരുന്നതാണ് കേട്ടോ. വെടിക്കെട്ട് കാണാൻ വരുമ്പോൾ നമ്മൾ ആ റെയിൽവേ ട്രാക്കിൻ്റെ അപ്പുറത്തെ പാടത്താണ് നിൽക്കാറ് കേട്ടോ. കാരണം ഇവിടെയൊക്കെ നല്ല തിരക്കാവും, ഇങ്ങോട്ട് കാല് കുത്താൻ പോലും പറ്റില്ല. നമ്മൾ വേറൊരു വഴി കിടന്നിട്ട് അപ്പുറത്തെ പാടത്താണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്കവിടെ കിടന്നിട്ട് ഒരു ആലിൻ്റെ ഇല കിട്ടി കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ആലിലയൊക്കെ എടുത്ത് ബുക്കിൻ്റെ ഉള്ളിലൊക്കെ വെക്കും. എന്തിനാണെന്നൊന്നും അറിയില്ല, ഞാൻ വെക്കുമായിരുന്നു കേട്ടോ.
അപ്പം ആലില കണ്ടപ്പോൾ നല്ലൊരു ഭംഗി. അപ്പം വെറുതെ ആ ആലിലേക്ക് എടുത്തിട്ട് 1-2 ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ. എന്താ നല്ല വെയിൽ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം നമ്മുടെ അമ്പലത്തിന് ഭയങ്കര ഒരു ഭംഗിയായിരുന്നു. അപ്പോൾ അങ്ങനെ നട തുറന്ന് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാനായിട്ട് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര അപ്പുറത്തെ വീട്ടിലെ പട്ടി ഭയങ്കര കുരയാണ്. അപ്പം നമുക്ക് വേറെ വോയിസ് ഓവർ കൊടുക്കാൻ വേറെ നിവൃത്തിയില്ല കേട്ടോ. അപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഫോട്ടോയും വീഡിയോ ഒന്നും പറ്റില്ലാത്തതുകൊണ്ട് നമ്മൾ തൊഴുതിറങ്ങി. ഇന്ന് അച്ഛൻ്റെ അമ്മയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും വേണ്ടി വഴിപാട് കഴിച്ചു കേട്ടോ. അച്ഛനും അമ്മയ്ക്കും അനിയന് അവൻ്റെ പെണ്ണിന് മോൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ വഴിപാടൊക്കെ കഴിച്ചിട്ട് അവിടെ ഇരിക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള നമ്മുടെ ആടിൻചോട്ടിൽ കുറേ നേരം ഇരുന്നു കേട്ടോ. നമ്മുടെ വന്ദേ ഭാരതാണ് കടന്നു പോകുന്നത് കേട്ടോ. കാരണം അത് അപ്പുറം സൈഡിൽ കൂടെ അങ്ങോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് നമുക്കതിന് ഫുള്ളായിട്ട് കിട്ടില്ല, അതിൻ്റെ മുകൾ ഭാഗം മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. സാരമില്ല, കാരണം നമ്മൾ മിക്കപ്പോഴും വരുമ്പോൾ ഈ സാധനം കടന്നു പോകാറാണ് പതിവ് കേട്ടോ. ഇന്നെന്തായാലും കശീനെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറേ നേരം നമ്മൾ അവിടെ ഇരുന്നു കേട്ടോ. കാരണം ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് എന്താണെന്നറിയത്തില്ല, പോവാനേ തോന്നില്ല. ഈ കാറ്റും എന്താണ് ഇവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അവിടെ അങ്ങനെ കുറേ നേരം ഇരുന്ന് കേട്ടോ. നമ്മൾ എത്ര നേരം ഇരുന്നാലും പോകാൻ തോന്നില്ല. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് തിരിച്ച് വന്നിട്ട് നമ്മൾ ആദ്യം ഇരുന്ന ആൽത്തറയിൽ തന്നെ വന്നു കേട്ടോ. അപ്പം ആ തറയിൽ അവിടെ നിന്നിട്ട് 1-2 ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. അപ്പം ഇപ്പോൾ പാടത്ത് വിത്തൊന്നും വിതച്ചിട്ടില്ല, നല്ല ഇപ്പോഴും എന്നാലും പച്ചക്കായിട്ട് കിടക്കുകയാണ് കേട്ടോ. വിത്തൊക്കെ വിതച്ച് കഴിയുമ്പോൾ ഫുള്ള് പച്ചപ്പിൽ കിടക്കും. പൂരത്തിൻ്റെ സമയമാകുമ്പോഴത്തേനും പിന്നെ അത് കൊയ്ത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകും കേട്ടോ. അപ്പോൾ ഉത്രാളിക്കാവിൽ വന്നിട്ടുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി വരാത്തവരാണെങ്കിൽ നേരെ ഉത്രാളിക്കാവിലോട്ട് പോരെ. ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് നമുക്ക് തിരിച്ചു പോകാം. അങ്ങനെ നേരം ഏറെക്കുറെ സന്ധ്യയായി കേട്ടോ. സന്ധ്യ കഴിഞ്ഞപ്പോഴത്തേനും മഴയ്ക്കുള്ള ലക്ഷണങ്ങളൊക്കെ തുടങ്ങി. അങ്ങനെ നമ്മളിതാ തിരിച്ച് വീണ്ടും പോവുകയാണ്. വീണ്ടും വന്നപ്പോഴും വീണ്ടും അവിടെ റെയിൽവേ ഗേറ്റ് അടച്ചേക്കുമായിരുന്നു. ട്രെയിൻ പോയ സമയമായതുകൊണ്ട് തുറന്നു കിട്ടി നമ്മൾ വീണ്ടും പോകുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോന്നുകൊണ്ടിരുന്ന സമയത്ത് പയ്യെ മഴ ചാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഏറെക്കുറെ നല്ലൊരു സ്പീഡിൽ പോന്നു കേട്ടോ. എന്തായാലും വീട്ടിലെത്തിയപ്പോഴത്തേനും മഴ പെയ്തു. മഴയ്ക്ക് നനയാതെ വീട്ടിലെത്തി, അത്ര തന്നെ കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ചെറുതായിട്ട് മഴ ഒന്ന് ചാറിപ്പോയായിരുന്നു. അങ്ങനെ നമ്മൾ വന്ന വഴിക്ക് നമ്മൾ അമ്പാടി ഹോട്ടലിൽ കയറി. നമ്മൾ ഇതുവഴി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പാടി ഹോട്ടലിൽ കയറി ഒരു ചായയെങ്കിലും കുടിക്കാതെ തിരിച്ചു പോരില്ല കേട്ടോ. എന്താണ് ഇവിടുത്തെ ഫുഡൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. ഞാൻ കപ്പ വാങ്ങി കഴിച്ചു. ചേട്ടൻ പൊറോട്ടയാണ് കഴിച്ചത് കേട്ടോ. ഇനി പൊറോട്ട മെയിൻ നമ്മുടെ ദേശീയ ഭക്ഷണമാണ് പൊറോട്ട എന്നും പറഞ്ഞ് നടക്കുന്ന ആളാണ് കേട്ടോ. അങ്ങനെ ഇന്ന് ശുക്രനും വ്യാഴവും ആകാശത്തുണ്ടെന്നും പറഞ്ഞിട്ട് ഞാൻ ആകാശത്ത് നോക്കിയപ്പം അവിടെ 2 പേരെയും കണ്ടു കേട്ടോ. പക്ഷേ ഇലകളും മരങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല, മഴയും വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മഴയ്ക്ക് മുന്നേ വീട് പിടിക്കാൻ വേണ്ടി വേഗം പോന്നു. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.